നമോ ഭഗവതേ വാസുദേവായ. ദശകം 9, ശ്ലോക 2. മഹാർണവവികൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തൂ നാലോകയൻ കഹ ഏഷഃ കമലോദരേ മഹതി നിസ്സഹായഃ ഹി അഹം കുതസ്വിത് ഇദം അംബുജം സമജനി ഇതി ചിന്താമഗാത്. മഹാർണവ, പെരുങ്കടലിൽ, വിക്കൂർണിതം, ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന, കമലം, താമരപ്പൂവ്, ഏവം ഒരു, തത് ആ ഭഗവാന്റെ, കേവലം ആശ്രയമില്ലാതെ, വിലോക്യ കണ്ടിട്ട്, തതുപാശ്രയം താമരപ്പൂവിനുള്ള ആശ്രയം, തവ ഭഗവാന്റെ, തനും ശരീരത്തെ, തു അത്, സ നാലോകയാൻ കാണാതിരുന്നു കൊണ്ട്, കഹ ആരാണ്, ഏഷഹ ഏകാക്കിയായി, കമലോദരെ താമരപ്പൂവിനുള്ളിൽ, മഹതി വിസ്തീർണമായ, നിസ്സഹായ ആരും സഹായത്തിനില്ലാത്ത അവസ്ഥ, ഹി ഈ വിധം, അഹം ഞാൻ, കുതസ്വിത് എവിടെ നിന്ന്, ഇതം ഇങ്ങനെ, അംബുജം താമരപ്പൂവ്, സമജനി ജനിച്ചത്, ഇതി ഇങ്ങനെയുള്ള, ചിന്താമഗാത് ചിന്ത കൊണ്ടുള്ള ആ ഒരു വിചാരം. ഈ ദശകത്തിൽ ബ്രഹ്മാവിന്റെ തപസ്സിനെ കുറിച്ചും ലോകസൃഷ്ടിയെ കുറിച്ചുമാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൽ ആ പെരുങ്കടലിൽ ബ്രഹ്മാവ് ആ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന താമരപ്പൂവിനിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ഒരു ആശ്രയവും ഇല്ലാതെ ആ താമരപ്പൂവ് സ്വന്തം ആ ഒരു തണ്ടിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതെന്ന് ആലോചിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഭഗവാന്റെ ശരീരത്തെ കാണുവാനുള്ള ഒരു ആഗ്രഹം തോന്നുകയും, അങ്ങനെ ആ താമരപ്പൂവിൽ ഏകാഗിയായി ഇരിക്കുമ്പോൾ ആ താമരപ്പൂവിനുള്ളിലെ വിസ്തീർണമായ ആ ഒരു ഇടത്തിൽ ആരും സഹായത്തിനില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയെ ഓർത്തുകൊണ്ട് ആ ബ്രഹ്മാവ് ഈ താമരപ്പൂവ് ജനിച്ചത് എങ്ങനെയാണ്, ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, ഇതിൻ്റെ തണ്ട് എവിടെയാണ് നിന്ന് വരുന്നത് എന്നൊക്കെ ആലോചിക്കുവാൻ തുടങ്ങി. ഈ ചിന്തകൾ മൂലം ബ്രഹ്മാവ് ആ താമരപ്പൂവിൽ ഇരുന്നു കൊണ്ട് അടുത്തതെന്ത് ചെയ്യണം എന്നൊരു ആലോചനയിലായിരുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ വിശദീകരണം. പൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ കയേശ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദംബുജം സമജനീതി ചിന്താമഗാത്. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ.